ഹായ് ഫ്രണ്ട്സ്, ഐ എം ജിനു വർഗീസ്. ടിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പറയാനിരുന്ന പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങുമെന്ന്, എൻ്റേതായ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആരംഭിച്ചേക്കാം. വേറൊന്നുമല്ല, 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ സമയത്തെല്ലാം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്, എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ അധ്യാപകർ തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അവരെന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രത്തോളമെങ്കിലും എത്താൻ സാധിച്ചത്. കാരണം വേറൊന്നുമല്ല, ആരോഗ്യപരമായിട്ട് പല പ്രശ്നങ്ങളും ആ സമയത്ത് എന്നെ ബാധിച്ചിരുന്നു. കാരണം ആ സമയത്ത് എന്നെ കളിയാക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതുതന്നെയാണ് എനിക്ക് ആ സമയത്തുണ്ടായിരുന്ന മെയിൻ ഇഷ്യൂ. നേരാവണ്ണം ക്ലാസ്സിൽ പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പല ഇഷ്യൂസ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും അതുമൂലം വിഷമിക്കുമായിരുന്നു, വേദനപ്പെടുമായിരുന്നു. ഇപ്പോഴും ജോലിയുടെ സമയത്തും ഞാൻ അത് തന്നെ അനുഭവിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ബാധിക്കപ്പെട്ടത് എൻ്റെ സ്കൂൾ ലൈഫിൽ തന്നെയാണ്. മിക്കരും സ്കൂൾ ലൈഫ് നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ചാണ് അനുഭവിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ അവർ ആസ്വദിച്ചിട്ടുണ്ട് സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫ് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. മറ്റു കുട്ടികൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വരുമ്പോൾ അതിൽ പങ്കാളികളാകുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ അവിടെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്ക് ഒന്നിനകത്തും അങ്ങോട്ട് എൻ്റർടൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനകത്ത് അങ്ങോട്ട് പങ്കെടുക്കാനോ എന്നെക്കൊണ്ട് സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടോ എൻ്റെ ഒരു ബാഡ് സൈഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാഡ് ഹോബിറ്റ് ആയിരിക്കാം, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ ആയാലും ശരി, ഞാൻ ഈ പറയുന്നതിനകത്ത് തെറ്റുകളുണ്ട്, അതെനിക്കറിയാം, ക്ഷമിക്കണം. എന്തു തന്നെ ആയാലും ശരി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്, മാനസികമായിട്ടും അല്ലെങ്കിൽ ശാരീരികമായിട്ടും. അതിൽ നിന്നെല്ലാം കരകയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോയിരുന്ന ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഇന്നും ഒരു കണ്ടിന്യൂസ് എസ്സേ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതൊരു മടുപ്പായിരിക്കും. ബാക്കി പത്രം നിങ്ങളോട് ഞാൻ നാളെ പറയുന്നതായിരിക്കും. താങ്ക് യു.